ഹലോ, ലെറ്റൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ ചീരക്കറിയുടെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. ഞാനൊരു കെട്ട് ചീര വാങ്ങിയിട്ടുണ്ട്. പച്ചച്ചീരയാണ്, അതിൽ 1-2 ചുമന്ന ചീരയുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നന്നായിട്ടൊന്ന് കഴുകിയ ശേഷം അരിഞ്ഞെടുക്കുക കേട്ടോ. അരിഞ്ഞിട്ട് കഴുകുന്നവരും ഉണ്ട്, ഇത് കഴുകിയിട്ട് അരിയുന്നവരും ഉണ്ട്. ഞാൻ നന്നായിട്ട് കഴുകിയിട്ടാണ് അരിഞ്ഞെടുക്കാറ്. അപ്പോൾ അതൊക്കെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഞാൻ മുഴുവനായിട്ട് എടുത്തിട്ടില്ല, അത്ര ആവശ്യമില്ലാത്തതുകൊണ്ട് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ ആൾ കുറവായത് കൊണ്ട് ഇത് മുഴുവനായിട്ട് വേണ്ട. ഇതിലേക്ക് ആവശ്യമുള്ള പരിപ്പ് നമുക്ക് എടുത്ത് വയ്ക്കാം കേട്ടോ. ഒരു 1/4 കപ്പ് പരിപ്പ് എടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് കഴുകിയ ശേഷം നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം ഞാൻ പരിപ്പൊക്കെ കഴുകിയിട്ടുണ്ട്. നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത ശേഷം ഒരു 4 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു 4 വിസിൽ വരുന്ന വരെ വേവിച്ചെടുക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് തേങ്ങ ഒന്ന് അരച്ചെടുക്കാം കേട്ടോ. ഞാൻ അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 സ്പൂണ് നല്ല ജീരകം ഇട്ട് കൊടുത്തിട്ട് ഞാൻ നന്നായിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കുക്കറൊക്കെ അവിടെ വിസിൽ വന്നിട്ട് എയറൊക്കെ പോയിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. നമ്മുടെ പരിപ്പൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. കണ്ടോ, നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് 1 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1 സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ചീരയും മുരിങ്ങ കറിയിലൊന്നും അങ്ങനെ എരിവ് നിൽക്കുന്ന കറിയൊന്നുമല്ല. 1 സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കാറുള്ളൂ കേട്ടോ. ഇനി അതിലേക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കാം. ചീരയൊക്കെ ഇട്ടൊന്നും വേവിച്ചെടുക്കേണ്ടതില്ല, അതുകൊണ്ട് കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്ത ശേഷം നമുക്ക് അടുപ്പിലേക്ക് വെക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ പരിപ്പിൻ്റെ ഇതൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഈ വെള്ളം നന്നായിട്ട് തിളയ്ക്കുമ്പോഴാണ് ഇതിലേക്ക് നമ്മൾ ചീര ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഇനി ചീരയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. മുരിങ്ങയുടെ ഇല പോലെയല്ല കേട്ടോ, ചീരയ്ക്ക് കുറച്ചും കൂടി വേവുണ്ട്. മുരിങ്ങയുടെ ഇല പെട്ടെന്ന് വെന്ത് കിട്ടും. ചീര അങ്ങനെയല്ല, ചീരയ്ക്ക് വേവാൻ കുറച്ച് സമയം വേണം. അപ്പോൾ നമുക്ക് ഈ ചീര മുഴുവനായിട്ട് ഇട്ട് കൊടുത്ത ശേഷം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് ചീരയൊക്കെ നല്ലോണം ഒന്ന് വെന്ത് വരട്ടെ. അപ്പോൾ നമ്മുടെ കറിയൊക്കെ ഇവിടെ നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട് കേട്ടോ. കണ്ടോ, ചീരയൊക്കെ ഇപ്പോൾ ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ഒഴിച്ച് കൊടുക്കാം. ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഒഴിച്ച് മിക്സിയുടെ ജാറൊക്കെ ഒന്ന് കഴുകി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒരുപാട് വെള്ളം പോലെയല്ല ഞാൻ വെക്കുന്നത്. ചീരക്കറിയൊക്കെ എപ്പോഴും കുറച്ച് കുറുകിയ പോലെ ഇരിക്കുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്ത ശേഷം ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. കണ്ടോ, ആവശ്യത്തിന് വെള്ളം ഉണ്ടെന്ന് ഒരുപാട് കട്ടിയില്ലാത്ത രീതിയിലാണ് ഞാൻ വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ കറിയൊക്കെ ഇവിടെ നല്ലോണം തിളച്ച് വരുന്നുണ്ട് കേട്ടോ. അതിൻ്റെ കളറൊക്കെ മാറി, കണ്ടില്ലേ? അപ്പോൾ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, അത്യാവശ്യത്തിന് കട്ടിയുള്ള ഒരു ചീരക്കറിയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് വറുത്തിടണം കേട്ടോ. അതിലേക്കായിട്ട് ഞാനൊരു 5-6 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. 3-4 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. നമുക്കിത് ചെറുതാക്കി ഒന്ന് അരിഞ്ഞെടുക്കാം. ഇനി ഒരു ചട്ടി വെച്ച ശേഷം 2 സ്പൂണ് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി ഇട്ട് കൊടുക്കാം. ഉള്ളി നന്നായിട്ടൊന്ന് മൂത്ത് വരണം കേട്ടോ. ഉള്ളിയുടെ കളറൊക്കെ നല്ലോണം മാറി വരണം. അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ ഇവിടെ നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചീരക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും വെക്കുന്നതായിരിക്കും, വെക്കാത്തവരൊക്കെ ഒന്ന് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂട്ടണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം കേട്ടോ. താങ്ക്